വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 10 അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, 6th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഹൗ മെനി ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 200 and 500 ആർ ഡിവിസിബിൾ ബൈ 8. അതായത് 200-നും 500-നും ഇടയ്ക്ക് 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 200-നും 500-നും ഇടയ്ക്കുള്ള 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഇൻറ്റിജേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 200 and 500-ന് ഇടയ്ക്കുള്ള APയെ കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് ടേം വേണം, ലാസ്റ്റ് ടേം വേണം, നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു AP ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200-നും 500-നും ഇടയ്ക്കുള്ള 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറിനാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 200-ഉം എടുക്കാൻ പറ്റില്ല, 500-ഉം എടുക്കാൻ പറ്റില്ല, ബിറ്റ്വീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 200-നോട് അടുത്ത് കിടക്കുന്ന 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള ആദ്യത്തെ ടേമിനെ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം 200 എന്ന് പറയുന്നത് 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് അല്ലേ. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 2s are 16, 4 8 5s are 40. സോ നമുക്കറിയാം 200 എന്ന് പറയുന്നത് 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. നമുക്ക് 200-ന് എടുക്കാൻ പറ്റില്ല, കാരണം ബിറ്റ്വീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 200-ന്റെ കൂടെ 8 ആഡ് ചെയ്താൽ മതി അല്ലേ. 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് വെച്ചാൽ 8 ആഡ് ചെയ്ത് പോവുക. അതാണ് ഡിവിസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ തൊട്ടടുത്ത നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 200-ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, 208. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 200-ന്റെ കൂടെ 8 and 8-ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, 216. അതേപോലെ തന്നെ തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വീണ്ടും 216-ന്റെ കൂടെ 8 ആഡ് ചെയ്യുക, 224. എക്സെട്ര. നമുക്കിങ്ങനെ എല്ലാ നമ്പറും എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല, ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ AP ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിലൂടെയാണ് നമ്മൾ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൂടെ വേണം? ലാസ്റ്റ് ടൈമും കൂടെ വേണം അല്ലേ. എങ്ങനെയാണ് 500-നോട് അടുത്ത് കിടക്കുന്ന ഡിവിസിബിൾ ആയിട്ടുള്ള 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് 500-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 500 8-ന് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കാം ഇല്ലേ, ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് റിമൈൻഡർ ഇവിടെ 4 കിട്ടി. 500-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 4 കിട്ടി. അതിന്റെ അർത്ഥം 500 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡിവിസിബിൾ അല്ലേ. അത് 8 എന്ന് പറയുന്നത് 500-ന് ഡിവിസിബിൾ അല്ല എന്ന് കിട്ടി. അപ്പൊ നോക്കാം, നമുക്ക് 500-നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 4 ആണ് കിട്ടിയത് ഇവിടെ. അതിനർത്ഥം 500-ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാണോ ആ നമ്പർ 8-ന് ഡിവിസിബിൾ ആയിരിക്കുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. 500-ൽ നിന്നും റിമൈൻഡർ ആയ 4 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ ഏതാണോ ആ നമ്പർ 8-ന് ഡിവിസിബിൾ ആയിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 500-ൽ നിന്നും ആ റിമൈൻഡറിനെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 496 എന്ന് കിട്ടും. ആ നമ്പർ ആയിരിക്കും നമുക്ക് 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള 500-നോട് അടുത്ത് കിടക്കുന്ന ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 496 എത്ര കിട്ടും? 48. റിമൈൻഡർ 16, 8 2s are 16. കണ്ടോ, റിമൈൻഡർ 0 കിട്ടിയത്. അപ്പോൾ ലാസ്റ്റ് ടേം ഏതാണെന്ന് കിട്ടി? നമുക്കിവിടെ 496 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം. an = a + n - 1 × d എന്നറിയാം ഇല്ലേ. ലാസ്റ്റ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n be the number of terms അല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഫോം എടുക്കാം? an = a + n - 1 × d. നമുക്കറിയാം
എ എന്ന് പറയുന്നത് 496 ആണ്. എ എന്ന് പറയുന്നത് 208 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാം ഇല്ലേ. 8 ഡിവിസിബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് 8 ആയിരിക്കും കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു 8. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an is 496 is equal to 208 plus n minus 1 into d. d is 8. So 496 minus 208. 208 നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. that is equal to ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 8n minus 8 എന്ന് എഴുതാം. 496 ൽ നിന്നും 208 പോയാൽ നമുക്കറിയാം റിമൈൻഡർ എന്ത് കിട്ടുമെന്ന് നോക്കുക. 288 is equal to 8n minus 8 എന്ന് എഴുതാം. സോ 288 മൈനസ് 8 നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 8 ആയിട്ട് മാറും. സോ 8n നമുക്കറിയാം 296 is equal to 8n or n is equal to 296 divided by 8. എത്രയായിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 296 നെ 24 56 37 നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്, അതായത് 200-നും 500-നും ഇടയ്ക്കുള്ള നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്, 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് 37 ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ എഴുതി എത്ര നമ്പേഴ്സിനെ നമുക്ക് കിട്ടും? 37 നമ്പേഴ്സിനെ കിട്ടും. ഇത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ വെച്ച് നമ്പർ ഓഫ് ഇൻഡിജേഴ്സിനെ കണ്ടുപിടിച്ചു. സോ a is equal to a plus n minus 1 into d. അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് കിട്ടി. n is equal to 37 ടേംസ് അല്ലേ. 200-നും 500-നും ഇടയ്ക്ക് 8-ന് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ടേംസ് ഉണ്ട്? 37 ടേംസ് ഉണ്ടെന്ന് കിട്ടി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The 8th term of an AP is 0. Prove that 38th term is the triple of its 18th term. 8th term of an ഒരു APയുടെ 8ാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. Prove that 38th term is triple of its 18th term. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 38ാമത്തെ ടേം എന്ന് പറയുന്നത് 18ാമത്തെ ടേമിന്റെ ട്രിപ്പിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? 38ാമത്തെ ടേം എന്ന് പറയുന്നത് 18ാമത്തെ ടേമിന്റെ ട്രിപ്പിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 38th ടേമിനെ 3 into 18th ടേം എന്ന് എഴുതാൻ പറ്റണം. മനസ്സിലാകുന്നുണ്ടല്ലോ? 38ാമത്തെ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 38 ടേം is equal to 3 into 18th ടേം എന്ന് എഴുതാൻ പറ്റണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം, ഫസ്റ്റ് പാർട്ട് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 8th ടേം ഓഫ് ആൻ AP is 0. നമുക്കറിയാം 8th ടേമിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? a plus 7d എന്ന് വിളിക്കാം അല്ലേ. a plus 7d എന്തെന്ന് തന്നിട്ടുണ്ട്? 0 എന്ന് തന്നിട്ടുണ്ട്. 8th ടേം ഓഫ് ആൻ AP is 0. a plus 7d is equal to 0 എന്നാണ് തന്നിരിക്കുന്നത്. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 38th ടേമും 18th ടേമിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 38th ടേമിനെ എങ്ങനെ എഴുതാം? a plus 37d എന്ന് എഴുതാം. ഇതാണ് 38th ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. that is equal to a plus 37d യെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ ടേമിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. a plus 7d plus 30d എന്ന് എഴുതരുതോ? നോക്കിക്കേ, a plus 37d എന്ന് വെച്ചാൽ 38th ടേം ആണ്. ഈ 38th ടേമിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് ഇത്. അതായത് a plus 37d എന്നാണ് നമ്മൾ 38th ടേമിനെ അറിയപ്പെടുന്നത്. ഈ a plus 37d യെ ഈ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു. a plus 37 ഞാൻ സ്പ്ലിറ്റ് ചെയ്തു 7d plus 30d എന്നാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം a plus 7d എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് കൊടുക്കാം. a plus 7dക്ക് വരെ എന്ത് കൊടുക്കാം? 0 plus 30d എന്ന് എഴുതാം. that is equal to 30d എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 38th ടേമിനെ എങ്ങനെ എഴുതാൻ പറ്റി? 38th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 30d എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നോക്കുക, അതിന് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് 18th ടേം. 18th ടേമിനെ നമുക്ക് a plus 17d എന്ന് എഴുതാം.
ദാറ്റ് ഈസ് ഇക്വൽ ടു എ പ്ലസ് 17d ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എ പ്ലസ് 7d പ്ലസ് 10d എന്ന് എഴുതാം. മനസ്സിലായല്ലോ? എ പ്ലസ് 17d എന്ന് പറയുന്നത് 18th ടേം ആണ്. 18th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 17d എന്ന് എഴുതാം. എ പ്ലസ് 7d പ്ലസ് 10d എന്ന് എഴുതാം. That is equal to a plus 7d is equal to 0. 0 plus 10d എന്ന് എഴുതാം. That is equal to 10d. അതായത് ഏത് ടേം ആണ്? 18th ടേം അല്ലേ? 18th ടേമിനെ നമുക്ക് എങ്ങനെ കിട്ടി? 10d എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 38th ടേം എന്ന് പറയുന്നത് ട്രിപ്പിൾ ഓഫ് ഇറ്റ്സ് 18th ടേം. 18th ടേമിന്റെ ട്രിപ്പിൾ ആണെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മളുടെ 13th ടേം എന്ന് പറയുന്നത് 13th ടേം എന്ന് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, 13th ടേം എന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ, ട്രിപ്പിൾ ഓഫ് 3 into 18th ടേം ആണോ നോക്കിക്കേ. 38th ടേം എന്ന് പറയുന്നത് 18th ടേമിന്റെ ട്രിപ്പിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം 3 into 18th ടേം എന്ന് പറയുന്നത് എന്തെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 10d എന്നാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ ടു ആണോ? ദാറ്റ് ഈസ് ഇക്വൽ ടു 30d എന്ന് കിട്ടും. കണ്ടല്ലോ? അപ്പോൾ 38th ടേം എന്ന് പറയുന്നത് ട്രിപ്പിൾ ഓഫ് ഇറ്റ്സ് 18th ടേം എന്നാണ്. കണ്ടല്ലോ? മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. 8th ടേം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത് 0 എന്ന് തന്നിട്ടുണ്ട്. 8th ടേമിനെ നമ്മൾ a plus 7d എന്ന് എഴുതി ഈക്വൽ ടു 0. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 38th ടേം എന്ന് പറയുന്നത് 18ാമത്തെ ടേമിന്റെ ട്രിപ്പിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കുക, 38th ടേമിനെ നമുക്കറിയാം a plus 37d എന്ന് എഴുതാം. a plus 37d നമ്മൾ ഈ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തു. 37d 7d plus 30d എന്ന് എഴുതി. അപ്പോൾ നമുക്ക് a plus 7dക്ക് വരെ എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. പ്ലസ് 30d, അതായത് 30d എന്ന് കിട്ടി. അപ്പൊ 38th ടേം എന്ന് പറയുന്നത് 30d എന്ന് കിട്ടി. ഫ്രം 1 a plus 7d എന്ന് പറയുന്നത് a plus 7d plus 10d എന്ന് എഴുതി. അതും ഇതേപോലെ തന്നെ 18ാമത്തെ ടേമിനെയാണ് നമ്മൾ a plus 17d എന്ന് എഴുതിയേക്കുന്നത്. അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു 7d plus 10d എന്ന്. a plus 7d നമുക്കറിയാം 0 ആണെന്ന്. 0 plus 10d എന്ന് എഴുതി. So that is equal to 10d. ഇനി നോക്കുക, നമ്മളുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് 38th ടേം എന്ന് പറയുന്നത് thrice the 18th ടേം എന്നാണ്. അറിയാം 38th ടേം എന്ന് പറയുന്നത് 30d ആണ്. 3 into 18th ടേം നോക്കുക, 3 into 18th ടേം എന്ന് പറഞ്ഞാൽ 10d ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30d എന്ന് കിട്ടും. 30d എന്ന് പറയുന്നത് എന്താണ്? 38th ടേം ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി 3-digit numbers are divisible by 6 which always leave remainder 1? അതായത് എത്ര 3-digit numbers are divisible by 6ന് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര 3-digit നമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. വിച്ച് ഓൾവേസ് ലീവ് റിമൈൻഡർ. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണ്? റിമൈൻഡർ 1 കിട്ടണം. ഡിവിസിബിൾ എന്ന് വെച്ചാൽ റിമൈൻഡർ 1 ആയിട്ടുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3-digit നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 3-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 to 999 ആണ് അല്ലേ? ഇതാണ് നമ്മുടെ 3-digit നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ 100ഉം ലാസ്റ്റ് ഡിജിറ്റ് 999 ആണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന 2-3 ടേമിനെ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്കറിയാം, ആദ്യം നമ്മൾ നോക്കേണ്ടത് 100 കൊണ്ട് 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്? റിമൈൻഡർ ഇവിടെ 4 ആണ് കിട്ടിയേക്കുന്നത് ഇല്ലേ?
അപ്പോൾ റിമൈൻഡർ നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. അപ്പൊ 100നെ നമ്മൾ ചെയ്തപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 4 ആണ് കിട്ടിയത്. നമുക്ക് 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 100ന്റെ കൂടെ 4 ആണ് വന്നേക്കുന്നത്. നമുക്ക് റിമൈൻഡർ 1 മതി. അപ്പൊ 4ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 3. ആ 100നെ 3 കൊണ്ട് ആഡ് ചെയ്യുക. സോ 103. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 103 എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 4 ആണ് കിട്ടിയത്. നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ ഈ 100ന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറായ 3 ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് 103 എന്ന് കിട്ടി. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 6 ആഡ് ചെയ്ത് പോയാൽ മതി. 6ന്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. അടുത്ത നമ്പർ ഏതായിരിക്കും? 109 ആയിരിക്കും. എക്സെട്രാ. നമുക്കിനി ലാസ്റ്റ് ടേമും കൂടെ വേണം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 999 ആണ്. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എന്ത് കിട്ടുമെന്ന് നോക്കാം. 1 6 are 6, 3 9, 6 6 are 36. Again remainder 3, 6 6 are 36. റിമൈൻഡർ 3. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 3 ആണ് കിട്ടിയത്. നമുക്ക് റിമൈൻഡർ 1 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള നമ്പർ അല്ല വേണ്ട, പുറകോട്ടുള്ള നമ്പറാണ് വേണ്ടത് അല്ലേ? മുന്നോട്ട് ഇനി പോയാൽ 4 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പുറകോട്ടുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 2 ആണ്. 999ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 2 മൈനസ് ചെയ്യുക. 997. അപ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടി? 997. അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അത്രയും 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, സെക്കൻഡ് ടൈം കിട്ടി, ലാസ്റ്റ് ടൈം കിട്ടിയെങ്കിൽ നമുക്കിനി നമ്പർ ഓഫ് ടൈംസിനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം an is equal to a plus n minus 1 into d. an അറിയാം അല്ലേ? an എന്ന് പറയുന്നത് 997 ആണ്. a എന്ന് പറയുന്നത് 103 ആണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 6 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 997 is equal to 103 plus n minus 1 into 6. 997ൽ നിന്ന് 103 മൈനസ് ചെയ്യുക. That is equal to n minus 1 into 6. നമുക്കറിയാം മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 8. 894 is equal to 6n minus 6. സിംപ്ലിഫൈ ചെയ്യാം. 894 plus 6 is equal to 6n. മൈനസ് 6നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ പ്ലസ് 6 ആയിട്ട് മാറി. സോ ഇത് എന്തായിട്ട് മാറും? 900 is equal to 6n. 900 is equal to 6n എന്ന് കിട്ടി ഇല്ലേ? 900 is equal to 6n. നോക്കാം. That is equal to, therefore n is equal to 900 by 6. 900 by 6. 1 6 are 6, 5 6 are 30, 150. So answer is 150. 150 ടേംസ് ഉണ്ടെന്നാണ്. ഇതേപോലത്തെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന 150 ടേംസ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് 100നും 999നും ഇടയ്ക്ക് 150 ടേംസ് ഉണ്ട്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും കണ്ടുപിടിച്ചു. പിന്നെ ലാസ്റ്റ് ടേമിനെയും കണ്ടുപിടിച്ചു. എന്നിട്ട് a is equal to a plus n minus 1 into d ക്കകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If in an AP ratio of 4th term and 9th term is 1:3, find the ratio of 12th term and 5th term. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 4th ടേമിന്റെയും 9th ടേമിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ് ഇല്ലേ? നമുക്കറിയാം ഒരു AP-യുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് AP-യുടെ ജനറൽ ഫോം എടുക്കാറുള്ളത്? ലെറ്റ് AP be എങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത്? a plus d, a plus 2d, a plus 3d etc. ഇതാണ് നമ്മളുടെ AP-യുടെ ജനറൽ ഫോം. ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് 4th ടേമിന്റെയും 9th ടേമിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:3. നമുക്കറിയാം റേഷ്യോ ഓഫ് 4th ടേം ആൻഡ് 9th ടേം
ഈസ് 1:3 അല്ലേ? നമ്മൾ എങ്ങനെയാണ് റേഷ്യോ എഴുതുന്നത്? ഫോർത്ത് ടേം ഡിവൈഡഡ് ബൈ നയൻത് ടേം അല്ലേ? 1:3 മീൻസ് 1/3 എന്നാണ് നമ്മൾ റേഷ്യോയിൽ മാറ്റുന്നത്. നോക്കാം, നമുക്കറിയാം ഫോർത്ത് ടേമിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? a+3d ഡിവൈഡഡ് ബൈ നയൻത് ടേമിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? a+8d. അതായത് ഫോർത്ത് ടേമിന്റെയും നയൻത് ടേമിന്റെയും റേഷ്യോയെ നമ്മൾ എങ്ങനെ എഴുതി? a+3d ഡിവൈഡഡ് ബൈ a+8d ദാറ്റ് ഈസ് ഈക്വൽ ടു 1:3 എന്ന് വെച്ചാൽ 1/3. മനസ്സിലായല്ലോ? അപ്പോൾ റേഷ്യോ ഓഫ് ഫോർത്ത് ടേം ആൻഡ് നയൻത് ടേം ഈസ് 1:3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനാണെങ്കിൽ a+3dയും a+8dയുമാണ് നമ്മൾ റേഷ്യോ ആയിട്ട് എടുത്തേക്കുന്നത്. ഫോർത്ത് ടേമിനെ നമുക്ക് a+3d എന്ന് പറയാം, നയൻത് ടേമിനെ a+8d എന്നും പറയാം. ഈസ് ഈക്വൽ ടു 1/3. നമുക്കതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into a+3d is equal to a+8d എന്ന് എഴുതുന്നു. സോ 3a + 9d is equal to a+8d എന്ന് എഴുതാം. നോക്കുക, 3a ലെഫ്റ്റ് സൈഡിലേക്ക് a കൊണ്ടുവന്നാൽ 3a - a is equal to 8d - 9d എന്ന് എഴുതാം. That is equal to 2a is equal to -d എന്ന് കിട്ടും. 2a is equal to -d. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് d is equal to -2a എന്ന് എഴുതാം. അടുത്തത് നമ്മളോട് പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് 12th ആൻഡ് 5th ടേം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 12ാമത്തെ ടേമിന്റെയും 5ാമത്തെ ടേമിന്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം റേഷ്യോ ഓഫ് 12th ആൻഡ് 5th ടേം. 12th ആൻഡ് 5th ടേം എങ്ങനെ എഴുതാൻ പറ്റും? 12th ടേമിന്റെ 5th ടേമിന്റെ റേഷ്യോയെ a+11d ഡിവൈഡഡ് ബൈ a+4d എന്ന് എഴുതാം അല്ലേ? നമുക്കറിയാം ഡിയുടെ വില നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a+11 into -2a എന്ന് കൊടുക്കുക ഡിവൈഡഡ് ബൈ a+4 into -2a എന്ന് കൊടുക്കുക. ഡിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? -2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് വരുമെന്ന് നോക്കാം. That is equal to a11 into -2a -22a divided by a+4 into -2a -8a. That is equal to ന്യൂമറേറ്ററിൽ എന്ത് വരും? -21 എന്ന് വരും. ഡിനോമിനേറ്ററിൽ -7 എന്ന് വരും. എയും എയും ക്യാൻസൽ ആയി പോകും, മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. 21 divided by 7 that is equal to 3/1 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 7 3s are 21. സോ 3/1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റേഷ്യോ എത്ര എന്ന് കിട്ടി? 3:1 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ പറയാം. If in an AP ratio of fourth term and ninth term is 1:3. ഫോർത്ത് ടേമിന്റെയും നയൻത് ടേമിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 12th ടേമിന്റെയും 5th ടേമിന്റെയും റേഷ്യോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ജനറൽ ഫോം ഓഫ് ആൻ AP എഴുതി. a+d a+2d ആണ് നമ്മുടെ ജനറൽ ഫോം ഓഫ് ആൻ AP. റേഷ്യോ ഓഫ് ഫോർത്ത് ടേം ആൻഡ് നയൻത് ടേം ഈസ് 1:3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേമിനെ നമുക്ക് a+3d എന്ന് എഴുതാം, നയൻത് ടേമിന് a+8d എന്ന് എഴുതാം. a+3d ഡിവൈഡഡ് ബൈ a+8d ഈസ് ഈക്വൽ ടു 1/3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് d യുടെ വില എന്ത് കിട്ടി? -2 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ഓഫ് 12th ടേം ആൻഡ് 5th ടേം ആണ്. 12ാമത്തെ ടേമിന്റെയും 5ാമത്തെ ടേമിന്റെയും റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് 12th ആൻഡ് 5th ടേം ഈസ് ഈക്വൽ ടു a+12th ടേമിനെ നമുക്ക് a+11d എന്ന് എഴുതാം, 5th ടേമിന് a+4d എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു a+11 into d ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -2a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ a+4 into -2a. That is equal to a -22a divided by a -8a. -21 -7 എന്ന് കിട്ടും. എയും എയും ക്യാൻസൽ ആയി പോകും, മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 21/7 എന്നാണ്. 21/7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/1 എന്ന് കിട്ടും. സോ ദ റിക്വയർഡ് റേഷ്യോ ഈസ് 3:1. മനസ്സിലായല്ലോ?